എൻ്റെ പേര് ധന്യ എന്നാണ്. എൻ്റെ അമ്മ ഞങ്ങളെ വിട്ട് പോയി. ഈ മാസം 6-ാം തീയതിയാണ് മരിച്ചത്. അപ്പോൾ ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ ചെറുപ്പത്തിൽ എനിക്ക് 8 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കായതുപോലെയാണ്. ആരുമില്ല ഇപ്പോൾ. ഞങ്ങളുടെ വീടാണെങ്കിൽ ലോണിലാണ് ഇരിക്കുന്നത്. 4.5 ലക്ഷത്തോളം ഉണ്ട്. അപ്പം അവർ വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് അടയ്ക്കണോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കാശ് എടുക്കാനില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ചേച്ചിയുടെ 3 മക്കളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവും മരിച്ചു പോയതാണ്. അവരുടെ 3 പിള്ളേരെയും നോക്കുന്നത് ഞങ്ങളാണ്. അമ്മ ഉള്ളപ്പോൾ അമ്മ വെച്ചിട്ടാണ് നടത്തിയത്. ഇപ്പോൾ അമ്മയും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങളെ എല്ലാവരും കഴിവതും സഹായിക്കണം. നിങ്ങളുടെ ഒരു സഹായം പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇരിക്കേണ്ടതൊക്കെ തന്നെ. ഈ മക്കളെ നമുക്കൊന്ന് സഹായിക്കാം പ്ലീസ്. ആദ്യം ഇങ്ങനെ കുട്ടി സാമ, രണ്ടാമത്തെ കുട്ടിയാണ് ധന്യ. ബാക്കി 3 കുട്ടികൾ മൂത്ത ചേച്ചിയുടെ മക്കളാണ്. മൂത്ത ചേച്ചിയും ഭർത്താവും മരണപ്പെട്ടു. ഇപ്പോൾ പൂർണ്ണമായിട്ട് അനാഥരാണ് ഇവരുടെ ചെലവുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇവരുടെ അമ്മ ജോലിക്ക് പോയതാണ്. അമ്മയും മരണപ്പെട്ടു. ആരുമില്ല ഇവർക്ക്. നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ ഇനി ഇവരെ സഹായിക്കാൻ പറ്റുള്ളൂ. പ്ലീസ് എല്ലാവരും സഹായിക്കുന്നു വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യണേ. എൻ്റെ എല്ലാ കൂട്ടുകാരോടും നമസ്കാരമുണ്ട്. ജോഷി പൗലോസ് സംഘമാലയാണ്. ഞാൻ ഇപ്പോൾ ആലുവ അത്താണിക്ക് രാജമ്മ ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കാം. ഇതാണ് രാജമ്മ ചേച്ചി. രാജമ്മ ചേച്ചി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. രാജമ്മ ചേച്ചിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇവര് ഈ വീട് പണയം വെച്ച് ലോൺ എടുത്തിട്ടുണ്ട്. രാജമ്മ ചേച്ചിയുടെ മക്കളാണ് ഈ 2 പേര്. ഇത് മൂത്ത മോളുടെ കുട്ടികളാണ്. മൂത്ത മോളാണെങ്കിലും ഹസ്ബൻഡും മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. ഇവരുടെ അച്ഛനാണെങ്കിലും മരണപ്പെട്ടിട്ട് 10 വർഷത്തോളമായി. ഇപ്പോൾ ഇവർ പൂർണ്ണമായി അനാഥരാണ്. ഇവരെ സഹായിക്കാനായിട്ട് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ കാണാൻ എൻ്റെ സുഹൃത്തുക്കളും ഇവരുടെ സങ്കടങ്ങൾ കാണാതെ പോകരുത്. അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ. 4 പെൺകുട്ടികൾ ആണ്. 4 പെൺകുട്ടി ഒരു പയ്യനും. പെൺകുട്ടികളുള്ള അപ്പന്മാർക്ക് ഇവരുടെ വിഷമം ശരിക്കും മനസ്സിലാവും. കാരണം ഇനി നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഇവർക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. 4,50,000 അടയ്ക്കണമെന്നാണ് പെട്ടെന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞേക്കണത്. അത് 1 രൂപ പോലും അടയ്ക്കാനുള്ള പൈസ ഇവരുടെ കയ്യിലില്ല. ഇപ്പോൾ ഇവരുടെ സഹായിക്കാനായിട്ട് ഇവരുടെ നാട്ടുകാർ കൂടിയിട്ട് ഒരു സഹായ സമിതി തുടങ്ങിയിട്ടുണ്ട്. ഈ മോളുടെ പേരിലാണ് ആ അക്കൗണ്ട് എടുത്തിരിക്കുന്നത്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ആ അക്കൗണ്ടിലേക്ക് 200 രൂപയെങ്കിലും ഇട്ടുകൊടുത്ത് സഹായിക്കണം താഴ്മയുടെ അപേക്ഷിക്കുകയാണ്.